നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കുവൈറ്റ് വിമാനത്താവളത്തിലെ T1 ടെർമിനലിന് നേരെ അതിശക്തമായ ഡ്രോൺ ആക്രമണം. നിരവധി പേർക്ക് പരിക്കേറ്റു. വിമാനത്താവളത്തിൽ വലിയ നാശനഷ്ടമാണ് ഈ ആക്രമണത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാന സർവീസുകൾ നിർത്തിവെച്ചതായി കുവൈറ്റ് പറഞ്ഞു. എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാനെത്തിയ വിമാനങ്ങളെ മറ്റു വഴിക്ക് തിരിച്ചുവിട്ടു. ഇറാനിൽ നിന്ന് അതിശക്ത ആക്രമണമാണ് ഇപ്പോൾ ഗൾഫ് മേഖലയ്ക്ക് നേരെ. ബഹ്റിനിലെ സിവിലിയൻ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് അതിശക്തമായ ആക്രമണം നടത്തി. ആക്രമണങ്ങൾ തുടരുകയാണ് എന്ന് ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സ് ജനറൽ കമാൻഡ് പറയുന്നു. ശത്രു ലക്ഷ്യങ്ങളെ തങ്ങൾ പ്രതിരോധിച്ചു എന്ന് ബഹ്റിൻ ഡിഫൻസ് ഫോഴ്സിന്റെ വ്യോമ പ്രതിരോധ മീഡിയ അറിയിച്ചു. രാജ്യത്തിന് നേരെ വന്ന 3 മിസൈലുകളും നിരവധി ഡ്രോണുകളും തങ്ങൾ തകർത്തു. രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി സേനയുടെ എല്ലാ വിഭാഗം യൂണിറ്റുകളെയും അണിനിരത്തി. രാജ്യത്ത് ഏറ്റവും ഉയർന്ന സജ്ജീകരണങ്ങളും ജാഗ്രതയുമാണ് ഇപ്പോഴുള്ളത് എന്ന് ബഹ്റിൻ പറയുന്നു. ബഹ്റിനിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ അവശിഷ്ടങ്ങളോ അപരിചിതവും സംശയാസ്പദവുമായ മറ്റു വസ്തുക്കളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ആരും അതിനടുത്തേക്ക് പോകാൻ പാടില്ല. ഇത്തരം വസ്തുക്കൾ കണ്ടാലുടൻ ബന്ധപ്പെട്ട അധികാരികളെ വിവരമറിയിക്കണം. ഗൾഫ് മേഖലയിലേക്ക് തുടർച്ചയായി ഇറാൻ ആക്രമണങ്ങൾ തുടക്കുന്നു. ആക്രമണങ്ങളെ US സൈന്യം വിജയകരമായി പ്രതിരോധിക്കുന്നു എന്ന് US സെൻട്രൽ കമാൻഡ്. ബഹ്റിനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും മേഖലയിലെ മറ്റൊരു വ്യോമതാവളവും തങ്ങൾ ആക്രമിച്ചുവെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. മേഖലയിലെ തങ്ങളുടെ അയൽ രാജ്യങ്ങൾക്ക് നേരെ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുക്കുകയാണ് IRGC. ഇറാന്റെ സൈനിക നീക്കങ്ങളിൽ മുജ്തബ ഖമനേയി സജീവമായി പങ്കെടുക്കുന്നതിന്റെ സൂചനകളുണ്ടെന്ന് സെനറ്റ് ഫോറിൻ റിലേഷൻസ് കമ്മിറ്റിക്ക് മുമ്പാകെ സംസാരിക്കുമ്പോൾ റൂബിയോ വിശദീകരിക്കുന്നു. ഇറാനിലെ റഡാർ ഡ്രോൺ നിയന്ത്രണ കേന്ദ്രങ്ങൾക്ക് നേരെ തങ്ങൾ ആക്രമണം തുടങ്ങി എന്ന് അമേരിക്ക വ്യക്തമാക്കി. MQ-9 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടതിന് പിന്നാലെയാണ് അമേരിക്കയുടെ കനത്ത ആക്രമണം. ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ട വെടിനിർത്തൽ അവസാനിപ്പിച്ചു എന്ന് അമേരിക്ക പറയുന്നില്ല. എന്നാൽ വെടിനിർത്തലൊക്കെ മാറ്റിവെച്ച് അതിശക്തമായ ആക്രമണ തലത്തിലേക്ക് അമേരിക്ക കടന്നിരിക്കുന്നു. ഒരു ദിവസം മുൻപാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിന് നേരെ ഏറ്റവും ഭീകരമായ വാക്കുകൾ ഉപയോഗിച്ച് വിമർശനങ്ങൾ ഉതിർത്തത്. ലെബനന് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെയായിരുന്നു ട്രംപിന്റെ വിശദീകരണം. എന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഇറാനെ ചൊടിപ്പിച്ച അമേരിക്ക ഇപ്പോൾ അതിശക്തമായ ആക്രമണങ്ങൾ നേരിടുന്നു. ഇപ്പോഴത്തെ ട്രംപ് വീണ്ടും നെതന്യാഹുവിനോട് തങ്ങളുമായി സൈനിക സഹകരണത്തിൽ ഉടൻ ഇടപെടാൻ അഭ്യർത്ഥിക്കുന്നു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള രൂക്ഷമായ പോരാട്ടം ശമിപ്പിക്കാൻ അമേരിക്ക പുത്തൻ നയതന്ത്ര നീക്കവുമായി രംഗത്തെത്തിയപ്പോഴാണ് മറുവശത്ത് ഇറാൻ അതിശക്ത ആക്രമണങ്ങളുമായി നിരന്നത്. തിങ്കളാഴ്ച പുലർച്ചെ ഡ്രോണിൻ്റെയും മിസൈൽ ആക്രമണങ്ങളുടെയും ശ്രമം തുടങ്ങിയിരുന്നു ഇറാൻ. എന്നാൽ ഇന്ന് കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു ആക്രമണങ്ങൾ. തികച്ചും അപ്രതീക്ഷിതമായിരുന്നു കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേർക്ക് ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങൾ. പ്രധാന ടെർമിനലായ T1 നേർക്കാണ് ആക്രമണമുണ്ടായത്. സംഭവത്തിൽ വലിയ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നാലെ കുവൈറ്റ് ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റി അടിയന്തര പ്രവർത്തന പദ്ധതി സജീവമാക്കി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന ടെർമിനൽ ഈ മാസം 1-ാം തീയതിയാണ് വീണ്ടും പ്രവർത്തനം ആരംഭിച്ചത്. എയർ ഇന്ത്യ ഉൾപ്പെടെ ഒട്ടേറെ വിദേശ വിമാന കമ്പനികൾ സർവീസ് നടത്തുന്നുണ്ട് ഈ എയർപോർട്ട് വഴി. ഇന്ന് രാവിലെ കോഴിക്കോട് നിന്ന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസ് IX-393 വിമാനം പാതി വഴിയിൽ വെച്ച് കോഴിക്കോട്ടേക്ക് തന്നെ തിരിച്ചുവിട്ടു. ഫെബ്രുവരിയിൽ ഇറാനെതിരെ US ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം മിസൈൽ ഡ്രോൺ അപകട സാധ്യതകൾ കാരണം നിരവധി വിദേശ വിമാന കമ്പനികൾ മിഡിൽ ഈസ്റ്റ് വ്യോമാതിർത്തിയുടെ വലിയ ഭാഗങ്ങൾ ഒഴിവാക്കിയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഗൾഫ് മേഖലയിലെ ടൂറിസം വലിയ തോതിൽ ഇപ്പോൾ തകർന്ന നിലയിലാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇറാൻ ഒരു തുറന്ന ചർച്ചയ്ക്ക് സന്നദ്ധത പ്രകടിപ്പിച്ചുവെന്ന് ഒരു ദിവസം മുൻപാണ് റൂബിയോ പറഞ്ഞത്. എന്നാൽ റൂബിയോയുടെ പ്രസ്താവന പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. ഇറാന്റെ മിസൈലുകൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന് US പ്രഖ്യാപിച്ചു. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാന്റെ കേഷം ദ്വീപ് തങ്ങൾ ആക്രമിച്ചുവെന്ന് US വ്യക്തമാക്കുന്നു. US ഉപരോധം ലംഘിച്ച് ഇറാനിയൻ തുറമുഖത്ത് എത്താൻ ശ്രമിച്ച എണ്ണ ടാങ്കറിന് നേരെ US മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് പുതിയ സംഘർഷം കൂടുതൽ ശക്തമായത്. വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് തങ്ങൾ പിന്മാറി എന്ന് ഇറാൻ തുടർന്നറിയിച്ചു. കുവൈറ്റ് ആക്രമണത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം IRGC ഏറ്റെടുത്തു. ആക്രമിച്ച ശേഷം ഓടുന്ന രീതി ഇനി നടക്കില്ല എന്നാണ് IRGC പറയുന്നത്. തങ്ങളുടെ എണ്ണക്കപ്പലിന് നേർക്ക് ആക്രമണം നടത്തിയ അമേരിക്ക
പ്രത്യാക്രമണം നേരിടാൻ തയ്യാറാകണമെന്നും IRGC പറയുന്നു. ബഹ്റിനിലെ US നാവികസേനയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം തങ്ങൾ തകർത്തു എന്നാണ് IRGCയുടെ അവകാശവാദം. US ഉപരോധം മറികടന്ന് കാർക്ക് ദ്വീപിലേക്ക് പോകാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ US നടത്തിയ ആക്രമണത്തിനുള്ള പ്രതികാരമാണ് ഗൾഫ് മേഖലയെ ലക്ഷ്യമിട്ടുള്ള ഇറാൻ ആക്രമണങ്ങൾ. ഇറാൻ തുറമുഖങ്ങൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് ബോട്സ്വാന പതാകയുള്ള MT ലെസ്കി എന്ന എണ്ണക്കപ്പലിന് നേർക്ക് ആക്രമണമുണ്ടായത്. ഉപരോധം മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സൈന്യം തടഞ്ഞ 7ാമത്തെ കപ്പലാണിത് എന്ന് US സെൻട്രൽ കമാൻഡ് പറയുന്നു. ഇരുവരും പരസ്പര ആക്രമണവുമായി മുന്നോട്ടു പോകുന്നു. എന്നാൽ വെടിനിർത്തൽ നിലവിലുണ്ട് എന്നാണ് US വാദം. US, ഇസ്രയേൽ എന്നിവരുമായുള്ള വെടിനിർത്തൽ നീട്ടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറി എന്ന് ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനന് നേർക്ക് അതിശക്തമായ ആക്രമണം ഇസ്രയേൽ തൊടുത്തിരുന്നു. ലെബനനിലെ ബെയ്റൂത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ US പ്രസിഡന്റ് ട്രംപ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനെ ഫോണിൽ വിളിച്ചു. നെതന്യാഹുവിനോട് ട്രംപ് രൂക്ഷമായി കയർത്തു എന്ന് US മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ലെബനനിലെ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തെ തുടർന്ന് USുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെയാണ് വലിയ കലിപ്പിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നെതന്യാഹുവിനെ ഫോണിൽ ബന്ധപ്പെട്ടത്. നെതന്യാഹു തന്നോട് നന്ദികേട് കാട്ടി എന്ന് ട്രംപ് ആരോപിച്ചു. ലെബനനിൽ ആക്രമണം നടത്താനുള്ള ഇസ്രയേൽ പദ്ധതി ട്രംപ് തടഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. നിനക്ക് ഭ്രാന്താണ്, ഞാൻ ഇല്ലായിരുന്നുവെങ്കിൽ നീ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ. ഞാൻ നിന്റെ ജീവൻ രക്ഷിക്കുകയാണ്. എല്ലാവർക്കും നിന്നോട് വെറുപ്പാണ്. ഈ നടപടികൾ കാരണം എല്ലാവരും ഇസ്രയേലിനെ വെറുക്കുന്നു. ട്രംപ് നെതന്യാഹുവിനോട് ഇന്നലെ കത്തിക്കയറി. ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ഇപ്പോഴും ആക്രമണം നടത്തുന്നുവെന്നും സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നും നെതന്യാഹു തിരിച്ചടിച്ചു. എന്നാൽ നെതന്യാഹു അനാവശ്യമായി സംഘർഷം വർദ്ധിപ്പിക്കുകയാണ് എന്ന് ട്രംപ് കരുതുന്നു. ലെബനനിലേക്ക് ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളെ തുടർന്നാണ് ഇറാനുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾ അനിശ്ചിതത്വത്തിലായത് എന്ന് ട്രംപിന്റെ കണക്കുകൂട്ടൽ. ലെബനനിലെ സാധാരണ ജനങ്ങളുടെ മരണത്തിൽ താൻ അസ്വസ്ഥനാണ് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞു. വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന വ്യോമാക്രമണങ്ങളെ ട്രംപ് തള്ളിപ്പറഞ്ഞു. ട്രംപും നെതന്യാഹുവും തമ്മിൽ മുൻപും നിരവധി തവണ അസ്വാരസ്യങ്ങളുണ്ടായിട്ടുണ്ട്. എന്നാൽ ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും കടുത്ത സംഭാഷണങ്ങളിൽ ഒന്നായിരുന്നു ഒരു ദിവസം മുമ്പ് സംഭവിച്ചത്. അതിന് തൊട്ടുപിന്നാലെ ഇറാനുമായി കടുത്ത സംഘർഷത്തിലേർപ്പെട്ട ട്രംപ് ഇപ്പോൾ നെതന്യാഹുവിനോട് തങ്ങൾക്കൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിക്കാൻ ആഹ്വാനം ചെയ്യുന്നു. വിചിത്ര കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ. മേഖലയിൽ തങ്ങളുടെ സുരക്ഷയ്ക്കാണ് പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്ന് നെതന്യാഹു തുടർന്ന് തിരിച്ചടിച്ചു. ഒരു വശത്ത് ഇസ്രയേൽ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നു. തങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഈ രാജ്യത്തിന് ബാധ്യതയുണ്ട് എന്ന് നെതന്യാഹു പറയുമ്പോൾ മറുവശത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇറാന് മുന്നിൽ പരുങ്ങലിലാണ്. ഇറാൻ ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിനെ ഒപ്പം ചേർന്ന് തിരിച്ചടിക്കേണ്ട ആവശ്യകത ചിലർ ട്രംപിനെ ഓർമ്മപ്പെടുത്തുന്നു. കുവൈറ്റ് വിമാനത്താവളത്തിന് നേർക്ക് നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ പ്രവാസി ലോകത്തെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു. ഗൾഫിലെ മിക്ക രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുന്നു ഇറാൻ ഇപ്പോൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.